ബിഗ് ബോസ് മലയാളം സീസൺ 8. നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രത്യേകത എന്താ അറിയോ? എങ്ങാനും കള്ളം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴായാലും പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര പണിയായിരിക്കും പിന്നീട് ആ കണ്ടസ്റ്റൻറ്റിന് കിട്ടാൻ പോകുന്നത്. അതുപോലൊരു പണി എരന്ന് വാങ്ങിയ ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻ്റായി വന്നിരിക്കുന്ന വർഷ അന്ന. ഇവർ നമ്മുടെ രഞ്ജിനിയുടെ ടീമിലാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന ഇടയിൽ രഞ്ജിനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അന്നയ്ക്ക് ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ളത്. അതിൽ എടുത്തടിക്ക് നമ്മുടെ അന്ന പറയുകയാണ് രഞ്ജിനിയാണെന്ന്. ഒരു പക്ഷേ രഞ്ജിനിയുടെ ടീമിലായതുകൊണ്ട് രഞ്ജിനി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം. പക്ഷേ അവർ ബയോഡേറ്റ കൊടുത്ത സമയത്ത് അതിൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പേളിയുമാണിയാണ്. അപ്പോൾ അറിയാലോ രഞ്ജിനിയും പേളിയും തമ്മിലുള്ളൊരു ഫൈറ്റ് എന്താണെന്നുള്ളത്. ഇപ്പം ഇത്രയും സീസൺ ആയിട്ട് പോലും ഇപ്പോഴും ആ ഒരു ഇത് ഇപ്പോഴും മാറിയിട്ടില്ല. അതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത. എന്തെങ്കിലും ഒരു പ്രശ്നം കത്തിക്കാളിയിട്ടുണ്ടെങ്കിൽ അത് ഏത് സീസൺ വന്നാലും അത് പോകില്ല. അതിപ്പോൾ ഇത്രയും സീസണുകൾ കഴിഞ്ഞതിൽ നമുക്ക് ഒരാളെ മാത്രം എങ്ങനെ ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ലല്ലോ. 1, 2, 3 പേരൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാമല്ലോ. സംഭവം നമുക്ക് ആലോചിച്ച് അറിയുന്നേ ഉള്ളൂ. രഞ്ജിനിയുടെ ടീം ആയതുകൊണ്ട് അന്ന അങ്ങനെ പറഞ്ഞതായിരിക്കും. അതാണ് പറയുന്നത്. നമ്മൾ എന്ത് പറയുമ്പോഴും ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ എപ്പോഴും സൂക്ഷിച്ചേ പറയാൻ പാടുള്ളൂ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണി കിട്ടാം. എന്തായാലും അന്ന ഇത് പറഞ്ഞതും രഞ്ജിനി ഉടനെ തന്നെ റിയാസിനും അഖിലിനും കാണിച്ചു കൊടുക്കുകയാണ് ഇതിൽ പേളിമാണിയാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതായത് വേറെ ഏതൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിലും നമുക്കത് അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. പക്ഷേ രഞ്ജിനിയും പേളിയും തമ്മിൽ പണ്ടേ ഉള്ളൊരു ഇത് നമുക്കറിയാലോ. എന്തായാലും രഞ്ജിനി അത് കയ്യോടെ പൊക്കി എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് വരാം.